ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഡിന്നർ റെസിപ്പിയുമായിട്ടാണ്. ഡിന്നറിന് നമുക്ക് രുചിയോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ചിക്കൻ ഗാർലിക് റോസ്റ്റും അതിൻ്റെ കൂടെ നല്ല സോഫ്റ്റ് റുമാലി റൊട്ടിയും. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. ഡിന്നറിന് മാത്രമല്ല, ഗസ്റ്റൊക്കെ വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് റുമാലി റൊട്ടിക്ക് വേണ്ടിയുള്ള മാവൊന്ന് കുഴച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 3 കപ്പാണ് മൈദപ്പൊടി എടുത്തത്. ഇനി ഇതിലേക്ക് അതേ കപ്പിന് തന്നെ ഒരു അരക്കപ്പ് ആട്ടപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നിക്കിൽ ഇതുപോലെ ആട്ടപ്പൊടി കൂടെ ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കാം, അല്ലെങ്കിൽ വെറും മൈദപ്പൊടി ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കാം. ഇതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ മൈദപ്പൊടി കുറവാണ് എടുക്കുന്നതെങ്കിൽ ആട്ടപ്പൊടിൻ്റെ അളവും കുറക്കാം. 2 കപ്പ് മൈദപ്പൊടിക്ക് അരക്കപ്പ് ആട്ടപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മൈദപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ആദ്യം 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ തണുത്ത പാൽ ഒഴിക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം. ഒരു 5-6 മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് കൊടുക്കുക, എന്നാലാണ് നല്ല സോഫ്റ്റ് ആവുക. അങ്ങനെ സോഫ്റ്റായി കഴിഞ്ഞാൽ നമ്മളെ റുമാലി റൊട്ടിയും നല്ല സോഫ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കൗണ്ടർ ടോപ്പ് മേലിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാവുന്നതാണ്. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്യാം. അങ്ങനെ മാവിത നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റോളം ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം റുമാലി റൊട്ടി റെഡിയാക്കാവുന്നതാണ്. ടൈം കുറവാണെങ്കിൽ 1 മണിക്കൂർ വെച്ചതിന് ശേഷം റെഡിയാക്കുക. മാക്സിമം 1 മണിക്കൂറെങ്കിലും വെക്കുക, എന്നാലാണ് നല്ല സോഫ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് റൊട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഗാർലിക് റോസ്റ്റ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനിതാ 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഹാഫ് ലെമണും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ ആകുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മസാലപ്പൊടി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ചെറിയ മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പൊടിക്കാത്ത മല്ലിയും 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5 ഏലക്കായ്, 5 ഗ്രാമ്പു, ചെറിയ 3 കഷ്ണം പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ എരിവ് കുറവായിരിക്കും, നല്ല കളറും കിട്ടും. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ നല്ല എരിവില്ല മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പൊടിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് 5 വലിയ അല്ലി വെളുത്തുള്ളി ഇതാ ഇതുപോലെ തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ചെറിയതാണെങ്കിൽ ഒരു 8-9 എണ്ണമൊക്കെ എടുത്തോളൂ. അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ചിക്കനിലേക്ക് ചേർക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയ മസാല ചിക്കനിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു രുചിയൊക്കെയാണ്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി ഞാനിതാ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ഓയിൽ എടുത്താൽ മതി. വെളിച്ചെണ്ണയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്.
വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള ഞാൻ ഇതുപോലെ നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. അങ്ങനെ സവാള ഇതുപോലെ നന്നായിട്ട് വഴറ്റി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനും ആ ഒരു ഉള്ളിയും എല്ലാം നന്നായിട്ട് മിക്സ് ആവണം. അങ്ങനെ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ ഒരു 10-12 മിനിറ്റോളം അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് ചിക്കൻ അത്യാവശ്യം വെന്ത് വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അത് മറക്കരുത്. ഒരു 5 മിനിറ്റ് എല്ലാം ആകുമ്പോൾ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. പിന്നെ ചിക്കനിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചിക്കൻ വേവാനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും, അതുകൊണ്ടാണ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാത്തത്. അപ്പോൾ നമ്മൾ ചിക്കൻ വേവാനായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിൽ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ ഒരു 1/4 വേവായിട്ടുണ്ട്. കറക്റ്റ് വേവായിട്ടില്ല, ഒരു 1/4 വേവേ ആയിട്ടുള്ളൂ. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 5-6 മിനിറ്റോളം അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ചിക്കൻ കറക്റ്റ് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ വീണ്ടും ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ അടച്ചിട്ട് ഒരു 6 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനെല്ലാം വെന്തിട്ടുണ്ടോ നോക്കാം. ചിക്കനെല്ലാം കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു മസാല കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു മസാല ഇതിൽ ചേരുമ്പോഴാണ് ചിക്കൻ ഗാർലിക് റോസ്റ്റിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ഗാർലിക് റോസ്റ്റിന്. നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി പോകും, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ മസാല മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലേക്ക് മസാലയെല്ലാം നല്ലതുപോലെ പിടിക്കണം, അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ച് വെക്കാം, ചിക്കനിലേക്ക് ഈ മസാലേൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മസാലയെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണമൊക്കെ ഉണ്ട്, ഗാർലിക്കിൻ്റെ ആ ഒരു മണമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും ഗാർലിക്കിൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഹാഫ് ലെമണും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ആ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പ് ഓഫാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നല്ല രുചിയുള്ള ചിക്കൻ ഗാർലിക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ഗാർലിക് റോസ്റ്റ്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് റുമാലി റൊട്ടി കൂടെ റെഡിയാക്കാം. അപ്പോൾ ഇതാ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാവ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം മാവ് സോഫ്റ്റ് ഉണ്ടെന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു മാവ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എത്രയാണോ എടുക്കുന്നത് ആ ഒരു വലുപ്പത്തിൽ എടുത്താൽ മതി. എന്നിട്ടിത് ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ മാവ് മുഴുവനും ഇതുപോലെ ഉരുളകളാക്കി മാറ്റാം. മാവ് മുഴുവനും ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഞാനിത് കുഴച്ച ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു 3.5 കപ്പ് പൊടി കൊണ്ട് 14 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 14 റുമാലി റൊട്ടി നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഓരോന്നും എടുക്കുമ്പോൾ ബാക്കി അടച്ചു വെക്കുക, അല്ലെങ്കിൽ കാറ്റ് കയറും. അപ്പോൾ കൗണ്ടർ ടോപ്പുമ്മൽ അല്പം മൈദ തൂകിയതിന് ശേഷം അതിലേക്ക് ഒരെണ്ണം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമുക്ക് എത്രത്തോളം നേരിയതായിട്ട് പരത്താൻ പറ്റുന്നോ അത്രത്തോളം നേരിയതായിട്ട് പരത്തി കൊടുക്കുക. നിങ്ങളിത് ചുട്ടെടുക്കുന്ന പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. അതുപോലെ ചെറിയ പാനലാണെങ്കിൽ ഉരുളകളാക്കി എടുക്കുമ്പോൾ ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി. അപ്പോൾ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് അത് റെഡിയാക്കി എടുക്കുക. അങ്ങനെ ഇതാ നല്ലോണം നേരിയതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതാ ഈ ഒരു പാനിന് കണക്കായിട്ടാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ പാനിൻ്റെ വലിപ്പം നോക്കിയിട്ട് പരത്തിയെടുക്കുക. മാവ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഒന്നിക്കിൽ ഇതുപോലെ പാനിൽ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ വലിയ ചീനച്ചട്ടിയെല്ലാം ഉണ്ടെങ്കിൽ അത് കമഴ്ത്തി വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പരത്തിയത് ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഇതാ ഇതുപോലെ നന്നായിട്ട് കുമിളകൾ വരാൻ തുടങ്ങും. അന്നേരം ഒരു ചട്ടകം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അങ്ങനെ ഇതാ ഇതുപോലെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. ഇനി വീണ്ടും ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് പൊങ്ങി വരുമ്പോൾ വീണ്ടും ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഒന്നിക്കിൽ നമുക്കിത് മറിച്ചിട്ടതിന് ശേഷം പാനിൽ നിന്ന് തന്നെ ഇത് മടക്കിയെടുക്കാം. അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പുമ്മൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ മടക്കിയെടുക്കാം. അങ്ങനെ ഒരു റുമാലി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ പരത്തി ചുട്ടെടുക്കാം. പറ്റുന്നത്രയും നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ റുമാലി റൊട്ടി പരത്തുന്നത് കാണുന്നത് കുറച്ചൊന്ന് പരത്തിയതിന് ശേഷം അവർ കയ്യിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ആക്കും. ആ ഒരു സമയത്ത് ഇത് നല്ലോണം നേരിയതായിട്ട് വരും. അങ്ങനെയാണ് ചെയ്യുന്ന കാണൽ. നമുക്ക് ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ശ്രമിച്ചാൽ പറ്റും. പിന്നെ ഇങ്ങനെ പരത്തിയെടുക്കൽ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് പറ്റുന്നത് പോലെ നമുക്ക് ചെയ്യാം. ഇതുപോലെ നല്ല നേരിയതായിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കുക. പിന്നെ ഇത് ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണം. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോകും, സോഫ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇത് മടക്കിയെടുക്കുക.
അപ്പോൾ ഇതാ ഞാനിത് പാനിൽ നിന്ന് തന്നെ മടക്കിയിട്ട് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ മടക്കിയാലും മതി. അങ്ങനെ എല്ലാം ഞാനിതുപോലെ ചുട്ടെടുക്കട്ടെ. അങ്ങനെ റുമാലി റൊട്ടി മുഴുവനും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് റുമാലി റൊട്ടി ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ചിക്കൻ ഗാർലിക് റോസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ചിക്കൻ ഗാർലിക് റോസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ലെമണും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള കട്ട് ചെയ്തതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ലെമണും ഒന്ന് പിഴിഞ്ഞ് സവാളയെല്ലാം കൂട്ടിയിട്ട് ഈ ഒരു ചിക്കൻ ഗാർലിക് റോസ്റ്റ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാനൊന്ന് കഴിച്ച് കാണിച്ചു തരാം. നമ്മുടെ റുമാലി റൊട്ടി കണ്ടാൽ നല്ല സോഫ്റ്റാണ്. ഇത് മുറിക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഈ ഒരു ചിക്കൻ ഗാർലിക് റോസ്റ്റ് റുമാലി റൊട്ടിൻ്റെ കൂടെ മാത്രമല്ല, നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.